ഈ തരത്തിൽ ഇറാൻ ഒരു പക്ഷേ അമേരിക്കയ്ക്ക് മുന്നിൽ ഗൾഫ് രാജ്യങ്ങൾ ഒരു സമ്മർദ്ദം മുന്നോട്ട് വെക്കാൻ വേണ്ടിയാകാം ഒരു പക്ഷേ ആക്രമണത്തിന്റെ ശൈലി മാറ്റിയത്. അവിടുത്തെ സൈനിക ബേസുകളെ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണങ്ങളിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളുടെ ജീവനാഡിയായ അവിടുത്തെ ഊർജ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണത്തിലേക്ക് നേരെ വഴിതിരിച്ചു വിടുമ്പോൾ ആ സമ്മർദ്ദം ഗൾഫ് രാജ്യങ്ങൾ സ്വാഭാവികമായും അമേരിക്കയ്ക്കും ഇസ്രായേലിനും മുന്നിൽ വെക്കും എന്ന് ഇറാൻ കരുതുന്നുണ്ടാകും. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഇന്ന് അമേരിക്കയും ഇസ്രായേലുമായി ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും തരത്തിൽ ഒരു സംഘർഷം കുറയ്ക്കാനുള്ള, ഒന്ന് തണുപ്പിക്കാനുള്ള ഒരു ചർച്ചകൾ അത് ഗൾഫ് രാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് ഇന്ന് ഏതെങ്കിലും തരത്തിൽ മുന്നോട്ട് വന്നിട്ടുണ്ടോ? അതിന്റെ സാധ്യതകൾ മഹർഷി, പ്രത്യക്ഷത്തിൽ അത്തരമൊരു നീക്കം ഒരു ഗൾഫ് രാജ്യത്തിന്റെ ഭാഗത്തു നിന്നും മുന്നോട്ട് വന്നിട്ടില്ല. കാരണം നേരത്തെ ഖത്തറും ഒമാനുമായിരുന്നു ഇറാനും അമേരിക്കയ്ക്കും ഇടയിലുള്ള ഒരു വലിയ ഒരു പാലമായിട്ട് വർത്തിച്ചത്. പരമാവധി അവരുടെ പ്രയത്നങ്ങൾ അവർ നടത്തി. അതിന്റെ ഭാഗമായിട്ടാണ് മസ്കത്തിൽ ആണവ ചർച്ച, പരോക്ഷ ചർച്ച നടന്നത്. തുടർന്ന് ജനീവയിൽ ചർച്ച നടന്നു. വിയന്നയിൽ സാങ്കേതിക യോഗം നടക്കാനിരിക്കെയാണ് അതിനു മുമ്പ് ഏകപക്ഷീയമായിട്ട് ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ഇറാനെതിരെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു സൈനിക നടപടി ആരംഭിക്കുന്നത്. അതുകൊണ്ട് പ്രത്യക്ഷത്തിൽ പിന്നെ ഈ ഒരു പ്രതിസന്ധി പരിഹരിക്കണമെന്ന ആഗ്രഹമുണ്ട് എങ്കിൽ പോലും ഗൾഫ് രാജ്യങ്ങൾ ഇന്ന് ഒരു പരസ്യമായിട്ടുള്ള അത്തരമൊരു നീക്കങ്ങൾ നടത്തിയിട്ടില്ല. പക്ഷേ വളരെ കാര്യം ഉറപ്പാണ്, നിരന്തരമായിട്ടുള്ള ആശയവിനിമയം തുടരുന്നുണ്ട്. കാരണം ഈ പ്രതിസന്ധി നീണ്ടുപോകുന്നത് പല വിധത്തിലും ജനങ്ങളുടെ സുരക്ഷ മാത്രമല്ല, പിന്നെ ഈ സാമ്പത്തിക നിക്ഷേപ മേഖലകളിലെ പ്രതിസന്ധികൾ, ടൂറിസം രംഗത്തെ തിരിച്ചടികൾ, വ്യോമയാന രംഗത്തെ വലിയ കെടുതികൾ, ഇതൊക്കെ മുൻനിർത്തിക്കൊണ്ട് വളരെ ശക്തമായിട്ടുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ അത് തികച്ചും പരോക്ഷ സ്വഭാവത്തിലുള്ളതാണ്. ആശയവിനിമയങ്ങൾ ശക്തമായി തുടരുന്നുണ്ട്. ഇപ്പോൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ന് ഖത്തർ ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങളിലെ നേതാക്കളുമായി സംസാരിച്ചിട്ടുണ്ട്. തുർക്കി പ്രസിഡന്റ് ഉർദുഗാൻ സൗദി അറേബ്യയിലെയും മറ്റു നേതാക്കളുമായി സംസാരിച്ചിട്ടുണ്ട്. ഫ്രഞ്ച് നേതാക്കൾ ഇമാനുവൽ മാക്രോൺ ഉൾപ്പെടെയുള്ളവർ വിവിധ ഗൾഫ് രാജ്യങ്ങളുമായി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം രാജ്യങ്ങൾ നടത്തുന്ന ചില നീക്കങ്ങൾ, പക്ഷെ ആ നീക്കങ്ങളെപ്പോലും അതിൻ്റെ ഒരു മുഖവിലക്കെടുക്കാൻ ട്രംപ് ഭരണകൂടം ഒരിക്കലും തയ്യാറായിട്ടില്ല ഇതുവരെ. അതോടൊപ്പം തന്നെ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നും വലിയ സമ്മർദ്ദമാണ് അമേരിക്കൻ ഭരണകൂടത്തിന് മുമ്പാകെയുള്ളത്. കാരണം ഈ ലക്ഷ്യം നിറവേറാതെ പിന്മാറിയാൽ വീണ്ടും പിന്നെ ഇറാന്റെ ഭാഗത്തുനിന്ന് തങ്ങളുടെ നിലനിൽപ്പിന് എതിരായിട്ടുള്ള ഒരു ആക്രമണം വരും. അതുകൊണ്ട് ഈ ലക്ഷ്യം പൂർണ്ണമായിട്ടും നിറവേറണമെന്ന് ഇസ്രായേലിന്റെ ആവശ്യമാണ്. ആ ആവശ്യം നിവർത്തിച്ചു കൊടുക്കുക എന്നത് മാത്രമാണ് ഇപ്പോൾ ട്രംപ് മുന്നിൽ കാണുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം മറ്റെല്ലാം സെക്കൻഡറിയോ അല്ലെങ്കിൽ അത്രയും പ്രാധാന്യമില്ലാത്ത ഒന്നായിട്ട് മാറുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും അവസാനത്തെ പ്രതികരണത്തിൽ തെളിയുന്നത്. അതുകൊണ്ട് പ്രത്യക്ഷത്തിൽ ഒരു സമവായ നീക്കങ്ങളോ മധ്യസ്ഥ നീക്കങ്ങളോ നടക്കുന്നില്ല. പക്ഷേ വിവിധ രാജ്യങ്ങൾക്കിടയിൽ, പിന്നെ യൂറോപ്യൻ രാജ്യങ്ങൾക്കിടയിലും അതോടൊപ്പം തന്നെ തുർക്കി, റഷ്യ, ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി ഗൾഫ് രാജ്യങ്ങൾ നിരന്തരമായിട്ട് ആ സമ്മർദ്ദ നീക്കവുമായിട്ട് രംഗത്തുണ്ട് എന്നത് നമ്മൾ കാണാതിരുന്നുകൂടാ. MC നാസറാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. പ്രത്യക്ഷത്തിൽ ഒരു പക്ഷേ സമാധാന ചർച്ചകളിലേക്ക് കടന്നിട്ടില്ലെങ്കിലും അമേരിക്കയും ഇസ്രായേലും നിലവിലുള്ള സ്ഥിതിഗതികൾ മനസ്സിലാക്കണം എന്ന തരത്തിലുള്ള, സംഘർഷം കുറയ്ക്കണം, അതിനായി മുൻകൈ എടുക്കണം എന്ന തരത്തിലുള്ള ചർച്ചകൾ പല കോണിൽ നടക്കുന്നുണ്ട്. പക്ഷേ പ്രത്യക്ഷത്തിൽ അത് കാണുന്നില്ല. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഈ നിമിഷമുള്ളത് ഇറാനെതിരായ സൈനിക നടപടി തുടരും എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയതാണ്. വേണ്ടി വന്നാൽ കരയുദ്ധം നടത്താനും തയ്യാറാണെന്ന് ട്രംപ് പറഞ്ഞിരിക്കുന്നു. 1 മാസം വരെ യുദ്ധം നീണ്ടേക്കാം എന്നാണ് ട്രംപിന്റെ വാക്കുകൾ. ഇറാന്റെ കൈവശമുള്ള ആണവായുധം ലോകത്തിന് ഭീഷണിയാണ് എന്ന് ട്രംപ് ഒരിക്കൽ കൂടി പറഞ്ഞുറപ്പിക്കുകയാണ്. ഒരു പക്ഷേ ഇതുവരെ ചെയ്ത കാര്യങ്ങൾക്കെല്ലാം ന്യായീകരിക്കാൻ വേണ്ടി കൂടിയാണ് ട്രംപ് അല്പസമയം മുൻപ് മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്.